ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ഓണം സ്പെഷ്യലായിട്ട് സദ്യ അവിയൽ. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിയൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അവിയൽ കഷ്ണങ്ങളായിട്ട് പറഞ്ഞ് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ കഷ്ണങ്ങളും നമ്മൾ 3 ഇഞ്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേവ് കുറഞ്ഞ കഷ്ണങ്ങൾ മുകളിലോട്ട് വരുന്ന വിധത്തിൽ, കൂടിയ കഷ്ണങ്ങൾ ഏറ്റവും അടിയിൽ ചേന മുതൽക്ക് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ കുറച്ച് വെള്ളത്തിലോ തൈരിലോ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ ടീസ്പൂണ് വെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആവി വരുന്നവരെ ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം നമുക്ക് 3 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുത്താലും മതി. പുളിയില്ലാത്ത തൈരായിരിക്കണം എന്ന് മാത്രം. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടിയിൽ നിന്ന് മുകളിലോട്ട് വരുന്ന വിധത്തിൽ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ ടീസ്പൂണ് കട്ടിയുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. ആ വെള്ളത്തിന് പകരം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താലും പിന്നീട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങയിൽ 2 പച്ചമുളകും 2 ചെറിയ ഉള്ളിയും ഒരു നുള്ള് നല്ല ജീരകവും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി നമുക്ക് കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ മിക്സാക്കി കൊടുക്കാം. ഈ രീതിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുഴഞ്ഞു പോവാതെ നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമ്മളെ അവിയൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതുതായി വന്നിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത്. എന്നെങ്കിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വഴി അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ മിക്സാക്കിയിട്ടുണ്ട്. എല്ലാ വശത്തേക്കും തേങ്ങയും കഷ്ണങ്ങളൊക്കെ ഒരുപോലെ ആയ ശേഷം നന്നായി ചൂടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ തീ ഓഫ് ചെയ്ത ഉടൻ തന്നെ 2 ടേബിൾ ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരല്പം വേപ്പില, നല്ല ഫ്രഷായ വേപ്പിലയാണെങ്കിൽ നന്നായിരിക്കും. അതും കൂടെ ചേർത്ത് ഇതുപോലെ മൂടി വെച്ച് കഴിക്കാൻ നേരത്ത് പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല സദ്യയുടെ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അവിയലുണ്ടല്ലോ, അതേ ടേസ്റ്റും വേണം എല്ലാം. അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ തയ്യാറാക്കിയെടുക്കാം. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.